കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ചേലക്കര ശ്രീ അന്തിമഹാകാളങ്കാവ് ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 18 മുതൽ 25 വരെ നടക്കും. ഗുരുവായൂരപ്പദാസൻ വിജു ഗോപാലകൃഷ്ണനാണ് യജ്ഞാചാര്യൻ. ചേലക്കര അന്തിമഹാകാളങ്കാവിലെ 25ാമത് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ തിരി 18-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് പവിത്രമായ ക്ഷേത്രസന്നിധിയിൽ തെളിയാൻ പോവുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകമായി ഇവിടെ അവതരിപ്പിക്കാനുള്ളത് 1998 ജൂൺ മാസം 28-ാം തീയതി അന്തിമഹാകാളങ്കാവിലെ പാട്ടുകൊട്ടലിൽ, അതായത് ആ ചെറിയ മുറിയിൽ നിലത്ത് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ മഹായജ്ഞത്തിൻ്റെ തുടക്കം കുറിച്ച കാര്യം ഞാൻ നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം അവതരിപ്പിക്കുകയാണ്. അന്നു മുതൽക്ക് ഇന്നുവരെ മാറി മാറി വന്ന ക്ഷേത്രോപദേശക സമിതികൾ വളരെ വിശദമായി, വളരെ ആഘോഷപരമായി തന്നെ ഈ സപ്താഹയജ്ഞം കൊണ്ടു നടത്തിയിട്ടുണ്ട്. അതിൽ വിജയിച്ചിട്ടുമുണ്ട്. 25ാമത് ഭാഗവത സപ്താഹയജ്ഞം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് വ്യക്തിപരമായിട്ടുള്ള ആളാണ്. ആ തുടക്കത്തിൽ അതിന് സാക്ഷി വഹിച്ച ഒരാളാണ് ഞാൻ. ഇന്നും അതിൽ പല ആളുകൾ, അന്നത്തെ പല ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും ഇന്നും അത് കൊണ്ടു നടക്കാനായിട്ടും അതിൽ ഭാഗമാക്കാനായിട്ടും എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ. കാരണം ചെറുപ്പക്കാരുടെ ഒരു നിര ഇന്ന് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടത്താനും അത് ഭംഗിയായി കൈകാര്യം ചെയ്യാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ശുഭസൂചകമായ ഒരു അനുഭവം തന്നെയാണ്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണ് അത്. ഈ വർഷത്തെ ഭാഗവത സപ്താഹയജ്ഞത്തിലും ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 1998 ഞങ്ങൾ തുടങ്ങിയ മുതൽക്ക് ഇന്ന് വരെ, അതായത് ഈ 24ാമത് സപ്താഹയജ്ഞം വരെ ഓരോ വർഷവും ജനപങ്കാളിത്തം വർദ്ധിച്ചു വരുന്നത് ജനങ്ങൾ എത്രമാത്രം ഈ പരിപാടിയെ നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ വർഷവും ഞങ്ങൾ കൂടുതൽ ജനങ്ങളെ പ്രതീക്ഷിക്കുന്നു. 25ാമത്തെ സപ്താഹയജ്ഞമായതുകൊണ്ട് കൂടുതൽ നല്ല പരിപാടികളോടുകൂടി, കൂടുതൽ ജനപ്രിയമായ പരിപാടികളോടുകൂടി, അതായത് അതിൻ്റെ ഭക്തിയുടെ ആ ശക്തി ഒരിക്കലും ചോർന്നു പോകാതെ മറ്റുള്ള പരിപാടികളെയും കൂട്ടിയിണക്കിക്കൊണ്ട് കൂടുതൽ ജനകീയമായ രീതിയിൽ ഈ വർഷത്തെ സപ്താഹയജ്ഞം നടത്താനായിട്ട് ഞങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ്. ചേലക്കര ശ്രീ അന്തിമഹാകാളങ്കാവിൽ 2025 ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 18 വ്യാഴം മുതൽ ഡിസംബർ 25 വ്യാഴം വരെ നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ ചേലക്കര പ്രസ് ക്ലബിൽ അറിയിച്ചു. 1201 ധനു 3 മുതൽ 10 വരെയാണ് സപ്താഹം നടക്കുക. തുടർന്ന് ഡിസംബർ 26 വെള്ളിയാഴ്ച 10ാം ഉദയവും നടക്കും. 18ാം തീയതി വൈകിട്ട് മഹാത്മ്യത്തോട് കൂടിയിട്ട് നമ്മുടെ സപ്താഹം ആരംഭിക്കുകയാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും, കടുകശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം താലപ്പൊലിയോടുകൂടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ്. അതിനുശേഷമാണ് മഹാത്മ്യം ആരംഭിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം 1ാം ദിവസം വെള്ളിയാഴ്ച 1ാം ദിവസം രാവിലെ വിഷ്ണു സഹസ്രനാമം, സമൂഹ പ്രാർത്ഥന, ഭദ്രദീപ പ്രതിഷ്ഠ, ഗ്രന്ഥപൂജ തുടങ്ങിയ ചടങ്ങുകളോടുകൂടിയിട്ട് ഭാഗവത യജ്ഞം ആരംഭിക്കും. തുടർന്ന് എല്ലാ ദിവസവും കാലത്ത് പ്രഭാതഭക്ഷണം, വൈകിട്ട് ഉച്ചയ്ക്ക് അന്നദാനം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ 2ാം ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20ാം തീയതി ശനിയാഴ്ച അന്ന് വൈകിട്ട് സർവൈശ്വര്യ പൂജ നമ്മൾ ഈ വായനയോട് സപ്താഹത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ട്. അതിൽ ഈ എന്താ പറയുക, സർവൈശ്വര്യ പൂജ എല്ലാ ദമ്പതിമാർക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് വളരെ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അങ്ങനെ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ക്ഷേത്രാചാര പ്രകാരമുള്ള പരിപാടികൾ, കലാപരിപാടികൾ എന്ന് പറയുകയാണെങ്കിൽ കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, അതുമാതിരി നമ്മൾ അഷ്ടപതി സംഗീതം, അതിൽ അഷ്ടപതി പാടുന്നതോടൊപ്പം ഇടയ്ക്കൽ അത് വായിക്കുന്നൊരു
അതാണ് വൈകിട്ട്. അത് വളരെ ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ പരിപാടികളായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ 23-ാം തീയതി ചൊവ്വാഴ്ചയാണ് രുക്മിണി സ്വയംവരം. അതും നമ്മൾ കടുകശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് താളമേളങ്ങളോട് കൂടിയിട്ടാണ് രുക്മിണി അവിടെ നിന്ന് ആനയിച്ച് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ച് ആണ് പിന്നെ സ്വയംവര ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം തിരുവാതിരകളിയുണ്ട്, മധുരപലഹാര വിതരണങ്ങളുണ്ട്. അങ്ങനെ എല്ലാവിധ വൈവിധ്യമായ പരിപാടികളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സപ്താഹം, ഈ കൊല്ലത്തെ 25-ാമത്തെ സപ്താഹം ഇവിടെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 25 വർഷം ആണ് ഇപ്പോൾ ഇന്നത്തെ ഈ പ്രാവശ്യം ആരംഭിക്കുന്നത് 25-ാമത്തെ സപ്താഹമാണ്. അതിൽ 25 കൊല്ലമായിട്ട് നമുക്ക് ഈ സപ്താഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് സഹകരിച്ച കുറച്ച് പേരുണ്ട്. അവരെ ഇതോടുകൂടി നമ്മളൊരു ആദരവ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 25-ാമത്തെ ദിവസം 25-ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ അന്ന് വരുന്നത്. നമ്മുടെ പരിപാടി അവസാനിക്കുന്നത് 25-ാം തീയതി, ഡിസംബർ 25-ാം തീയതിയാണ്. ഉച്ചയോടുകൂടി നമ്മുടെ ഭാഗവത യജ്ഞ പരിപാടി ഉച്ചയോടുകൂടി അവസാനിക്കും. അതിനുശേഷം 4 മണിക്ക് നമ്മളൊരു സാംസ്കാരിക സദസ്സ് 4 മണിക്ക് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ചേലക്കര നിയോജകമണ്ഡലം MLA ബഹുമാനപ്പെട്ട UR പ്രദീപ് അവർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ പ്രമുഖരായ വ്യക്തികൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇവരെല്ലാവരും പങ്കെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട പ്രമുഖരായ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചടങ്ങ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് 25 വർഷമായിട്ട് നമുക്ക് ഈ സപ്താഹത്തിന് വേണ്ടി സഹകരിക്കുക പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. അപ്പോൾ അത് അനുബന്ധിച്ച് അവരെ ഒന്ന് ആദരിക്കുക എന്നുള്ള ചടങ്ങ് കൂടി നമ്മൾ ഈ സപ്താഹത്തോട് കൂടിയിട്ട് നമ്മളത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ സപ്താഹം വരെയും സഹകരിച്ച നമ്മുടെ 5 ദേശത്തെ അന്തിമാളിലെ ഭക്തജനങ്ങൾ, അത് തുടർന്ന് നമുക്കുള്ള സഹകരണം ഉണ്ടാവുകൊണ്ടാണ് ഇത്രയും വിപുലമായി ചെയ്യാൻ സാധിച്ചത്. എല്ലാവരും ഈ ചടങ്ങിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രമുഖ ഭാഗവത പണ്ഡിതൻ ശ്രീ ഗുരുവായൂരപ്പദാസൻ ബിജു ഗോപാലകൃഷ്ണനാണ് വിപുലമായ യജ്ഞത്തിന്റെ ആചാര്യസ്ഥാനം വഹിക്കുന്നത്. മഹാവിഷ്ണു ഭഗവാന്റെ പുണ്യാവതാരങ്ങളിൽ ശ്രേഷ്ഠമായ ശ്രീകൃഷ്ണ അവതാരത്തെ പ്രകീർത്തിക്കുന്ന മഹത് ഗ്രന്ഥമാണ് ഭാഗവതമെന്നും ഭക്ത്യാദരവുകളോടെ ഭാഗവതം ഉരുവിടുമ്പോൾ തന്നെ അന്ധകരണങ്ങളിൽ ഈശ്വര പ്രതിഷ്ഠ നടക്കുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു. രക്ഷാധികാരി TS പരമേശ്വരൻ മാസ്റ്റർ, പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ P, സെക്രട്ടറി വിജയകുമാരൻ VG, സമിതി അംഗം സുരേഷ് കുമാർ CK തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ ഈ സപ്താഹത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മാഷ് വിശദീകരിച്ചു. ഇതിന്റെ പ്രസിദ്ധനായിട്ടുള്ള രത്നാചാര്യൻ ശ്രീ ഗുരുവായൂർ ദാസൻ ബിജു ഗോപാലകൃഷ്ണനാണ് ഇത് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് യജ്ഞ പരിപാടി നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഒരുപാട് ഭക്തജനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം, വെള്ളം, മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ ഉപദേശക സമിതി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭക്തജനങ്ങളെ ഈ പരിപാടിയിലേക്ക് സംഘാടക സമിതി പ്രതീക്ഷിക്കുകയാണ്. CCV ന്യൂസ്, ചേലക്കര.